ഹലോ, വെൽക്കം ബാക്ക് ടു തത്തമസി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മെസ്സേജ് ഫ്രം യുവർ ഹയർ സെൽഫ്. നിങ്ങളുടെ ഹയർ സെൽഫ് നിങ്ങളോട് എന്താണ് ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അതായത് നിങ്ങളുടെ ഹയർ സെൽഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങോട്ടേക്കാണ് അടുത്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്താണ്, നിങ്ങൾ എവിടെയാണ് എത്തിച്ചേരേണ്ടത്, ആ എത്തിച്ചേർന്ന് കഴിഞ്ഞിട്ടുള്ള നിങ്ങളാണ് ഹയർ സെൽഫ് എന്ന് പറയുന്നത്. നിങ്ങളുടെ സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുള്ള, നിങ്ങളുടെ ഹീൽഡ് വേർഷൻ ആയിട്ടുള്ള ട്രോമാസ് എല്ലാം കഴുകി കളഞ്ഞിട്ടുള്ള ഒരു പ്യൂറസ്റ്റ് വേർഷൻ, ദ വെരി കോൺഫിഡൻറ്റ്, ദ വെരി സാറ്റിസ്ഫൈഡ്, ദ വെരി ഹാപ്പി, സ്പിരിച്വലി എൻലൈറ്റൻഡ് സെൽഫിനെ നമുക്ക് ഹയർ സെൽഫ് എന്ന് പറയാം. അപ്പം നിങ്ങളുടെ ആ ഹയർ സോൾ സെൽഫ് ഈ ഒരു സമയം നിങ്ങളോട് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതായത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ഏത് വഴിയിലാണ് നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിൻ്റെ അണ്ടർലൈൻഡ് ആയിട്ടുള്ള മീനിങ് വരുന്നത്. അതിൽ നിങ്ങളുടെ കറണ്ട് എനർജിയും ഉണ്ടാകും, നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഏത് എനർജി എടുക്കണം എന്നുള്ളതും ഉണ്ടാവും. അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ദിസ് ഇസ് കാർഡ് നമ്പർ 1, സേജ്. ദിസ് ഇസ് കാർഡ് നമ്പർ 2, ലേഡി. ആൻഡ് ദിസ് ഇസ് കാർഡ് നമ്പർ 3, സീർ. ഇതിൽ ഏത് കാർഡിനോടാണ് നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി ഒരു കണക്ഷൻ തോന്നുന്നത്, ആ ഒരു കാർഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്, ജെന്റിൽനെസ് റീഡിംഗ് ആണ്, അതുപോലെ ടൈംലെസ് ആയിട്ടുള്ള ഒരു റീഡിങ്ങും കൂടെയാണ്. നിങ്ങളിത് ഏത് സമയത്താണ് ജീവിതത്തിൽ കാണുന്നത്, ആ ഒരു സമയത്ത് നിങ്ങൾക്കിത് റെസനേറ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാർഡ് സെലക്ഷൻസ് നടത്തിയെന്ന് വിചാരിക്കുന്നു. നമുക്കിനി കാർഡ് നമ്പർ 1, സേജ്, സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിംഗിലേക്ക് കിടക്കാം. യെസ്, ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങളുടെ ഹയർ സെൽഫ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്താണ്? നിങ്ങൾക്കുള്ള കാർഡ്സ് നമുക്ക് നോക്കാം. ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചാലഞ്ചസ്, third eye chakra. Oh wow. The waiting game. Okay. And bottom energy, authority ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചാലഞ്ചേഴ്സ്. ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്ക് ചെയ്യേണ്ട ഒരു സമയമാണ്. കോമ്പറ്റീഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ കൂടുതൽ വരുന്നൊരു സമയമാണ്. അവിടെ ഭയന്ന് ഓടുകയല്ല വേണ്ടത്. യു ഹാവ് ടു ഷൈൻ ബ്രൈറ്റ്. മറ്റുള്ളവരിൽ നിന്നും, റെസ്റ്റ് ഓഫ് ദ വേൾഡിൽ നിന്നും നിങ്ങൾക്ക് എങ്ങനെ എടുത്തു നിൽക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യാം. ഇത് നിങ്ങളുടെ ബിസിനസ്സിലാണെങ്കിലും നിങ്ങളുടെ കരിയറിലാണെങ്കിലും ഒരു ക്രിയേറ്റീവ് സൈഡിലാണെങ്കിലും ഒക്കെ മറ്റുള്ളവരെക്കാട്ടിലും മികച്ചതായിട്ട് നിങ്ങൾക്ക് എന്ത് നൽകാൻ സാധിക്കും എന്നതിലാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ വിജയം ആസ്പദമാക്കിയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ അതുകൊണ്ട് തന്നെ ആവശ്യമാണ്. ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കേണ്ട സമയം. കാരണം ഒരുപാട് ഒബ്സ്റ്റക്കിളും ചാലഞ്ചും നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട്. അതത്ര ഈസി അല്ല. പക്ഷെ ആ ഭയം ഉണ്ടാകാതിരിക്കുക. അത് ഈസി അല്ല എന്നുള്ളത് കൊണ്ട് അതെനിക്കുള്ളതല്ല, അല്ലെങ്കിൽ എനിക്ക് അതിനു വേണ്ടി പ്രയത്നിക്കണ്ട എന്നുള്ള ഒരു ഭയം മനസ്സിൽ ഉണ്ടാവാതെ ഇരിക്കേണ്ട ഒരു സമയമാണ്. ഈ ഒരു ചോദ്യം നിങ്ങളോട് തന്നെ മനസ്സിൽ ചോദിക്കുക. ഹൗ കെൻ ഐ മേക്ക് മൈസെൽഫ് ഷൈൻ അബവ് ഓൾ ദി റെസ്റ്റ്? ആൻഡ് സെക്കൻഡ് വന്നിരിക്കുന്നത് തേർഡ് ഐ ചക്ര. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു വയലറ്റ് ആൻഡ് ഇൻഡിഗോ കളർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സമയം. അതായത് നിങ്ങളുടെ തേർഡ് ഐ ചക്രയും ക്രൗൺ ചക്രയുമാണ് നിങ്ങൾ ഇപ്പോൾ ഫോക്കസ് ചെയ്ത് ഹീൽ ചെയ്യേണ്ടതും ആക്ടിവേറ്റ് ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യം. കണ്ണു തുറന്നെല്ലാം കാണുക. ഈ കണ്ണു തുറന്ന് കാണുക എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ അകക്കണ്ണ് തുറന്നാണ്, അതായത് മനസ്സ് തുറന്നാണ് നിങ്ങൾ കാര്യങ്ങൾ കാണേണ്ടത്. വെറും 2 കണ്ണുകൾ കൊണ്ട് കാണേണ്ട കാര്യമല്ല ഇത്. നിങ്ങളുടെ ഉള്ളറിഞ്ഞ് പ്രവർത്തിക്കുക, ഉള്ളറിഞ്ഞ് കാര്യങ്ങളെ ഗ്രഹിക്കുക. ഇന്നർ സീയിങ്, കോൺഷ്യസ്നെസ് അത് ഉണ്ടാവേണ്ടതായിട്ടുള്ള ഒരു സമയമാണ്. ബാഹ്യമായ കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ തന്നെ നിങ്ങളിപ്പോൾ ഡിറ്റാച്ച് ചെയ്ത് നിർത്തണം. നിങ്ങൾ വേറൊരു ഫ്രീക്വൻസിയിൽ, നിങ്ങളൊരു ഹയർ ഫ്രീക്വൻസിയിൽ നിൽക്കേണ്ട ആളാണ്. അതായത് പുറമേയുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല നിങ്ങളെ ഈ ഒരു സമയം അഫക്റ്റ് ചെയ്യേണ്ടതും, അല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും അല്ല ചിന്തിക്കേണ്ടത്. കുറച്ചുകൂടെ ഡീപ്പർ ലെവലിൽ കാര്യങ്ങളെ
മനസ്സിലാക്കാനുള്ള ഒരു സമയമാണ് നിങ്ങൾക്കിപ്പോൾ. മെഡിറ്റേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമാണ്. ആൻഡ് നിങ്ങളുടെ ലാസ്റ്റ് കാർഡ് വരുന്നത് ദ വെയിറ്റിംഗ് ഗെയിം. സോ ഈ ഒരു കാർഡിൽ നിങ്ങൾ ഇവിടെ എവിഡൻ്റ് ആണ്, നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാനുണ്ട് അല്ലെങ്കിൽ ഒരു ചോയ്സ് ലൈഫിൽ എടുക്കാനുണ്ട്. അത് മസ്റ്റാണ്. നിങ്ങളൊരു ചോയ്സ് എടുത്ത് തന്നെ ഒരു തീരുമാനം എടുത്ത് തന്നെ മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഡിസിഷൻ എടുക്കേണ്ട സമയം വരുന്നു അപ്പോഴൊക്കെ നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത സെയിം ഡിസിഷൻ എടുക്കുകയും സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ലൂപ്പ് പോലെ നിങ്ങൾ ഇങ്ങനെ ജീവിതത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൽ നിങ്ങൾ ഒരിക്കലും പുറത്ത് കടക്കാൻ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. എവിടെയാണ് നിങ്ങൾക്ക് പാളി പോകുന്നത്, പാകപ്പിഴ ഉണ്ടാവുന്നത് എന്നുള്ളത്. ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ ഡിസിഷൻസോ ചോയ്സോ ചിലപ്പം ആയിരിക്കില്ല, നിങ്ങൾ അതിനെ അപ്ലൈ ചെയ്യുന്ന രീതിയായിരിക്കും എന്നുള്ളതാണ്. അതിനോട് കൊടുക്കുന്ന ആറ്റിറ്റ്യൂഡായിരിക്കും നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകുക. പക്ഷെ നിങ്ങൾ ആ ഒരു ചോയ്സേ പ്രശ്നമാണ് എന്നാണ് വിചാരിക്കുക. അപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു ജോബ് ഓഫർ വരികയാണ്, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് ഇതിനു മുൻപ് ഒരു 2-3 ജോബ് നഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യത്തെ ജോബ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു, ദാറ്റ്സ് എ ഗുഡ് തിങ്. അവിടെ നിങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നം വന്നു, നിങ്ങൾക്ക് ആ ജോബ് നഷ്ടപ്പെട്ടു. രണ്ടാമത് നിങ്ങൾക്ക് ആഗ്രഹിച്ചപ്പോൾ വീണ്ടും ജോബ് ലഭിച്ചു, ഓഫർ കിട്ടി, നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്തു. അവിടെയും നിങ്ങൾക്ക് പ്രശ്നം വന്നു. മൂന്നാമത് വന്നു, അവിടെയും നിങ്ങൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നു, ആ ജോബ് നഷ്ടപ്പെട്ടു. ഇപ്പൊ നാലാമത് നിങ്ങൾക്ക് ജോബ് കിട്ടിയിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങളുടെ ചിന്ത എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ജോബേ ചെയ്യാൻ പറ്റില്ല. അതല്ല മനസ്സിലാക്കേണ്ടത്. ജോബ് എടുത്തു കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ എങ്ങനെ വീക്ഷിക്കുന്നു, അല്ലെങ്കിൽ അതിനോട് അനുബന്ധപ്പെട്ട് കിടക്കുന്ന സാഹചര്യങ്ങളും വ്യക്തികളും നിങ്ങൾ എങ്ങനെ ഡീല് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അകത്ത് നിങ്ങൾക്കൊരു ക്ലാരിറ്റിയും ഇല്ല. ദ സെയിം അപ്ലൈസ് വിത്ത് യുവർ റിലേഷൻഷിപ്പ് ആസ് വെൽ. നിങ്ങളുടെ ഒരു കറണ്ട് എനർജി ഒരു സമയം എന്തിലാണ് ഉള്ളത് എന്നൂടെ നമുക്ക് നോക്കാം. ഓക്കെ, പീപ്പിൾ ട്രീ വന്നിട്ടുണ്ട്. സൈപ്രസ്. ഓക്കെ, ഇത് ബോധി മര ചുവട്ടിൽ ഇരുന്ന് എൻലൈറ്റ്മെന്റ് വന്ന ബുദ്ധ ഭഗവാനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഒരു എൻലൈറ്റ്മെന്റ് ഫേസ് ആണ് നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങളുടെ വേരുകൾ ശക്തിപ്പെടുകയാണ്. നിങ്ങൾക്ക് ഇവിടെ ഡെഫിനറ്റ്ലി ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്പർ 5 വന്നിട്ടുണ്ട്. ആൻഡ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നിങ്ങൾ ഡിസിഷൻസ് എടുക്കാൻ പഠിക്കുന്നുണ്ട്, പാറ്റേൺസിനെ ബ്രേക്ക് ചെയ്യാൻ പഠിക്കുന്നുണ്ട്. അതിന് വേണ്ട റൈറ്റ് ഇൻഫർമേഷൻ ആണ് നിങ്ങളുടെ സോൾ ഇപ്പം മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. അതായത് ഏത് കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്, ആ ചെയ്യുന്ന കാര്യത്തിൽ 100% കൊടുത്തിരിക്കുക. അതിനെ നമ്മൾ മൈൻഡ്ഫുൾനെസ് പറയുന്നത്. അതിൻ്റെ അകത്ത് കോൺസെൻട്രേഷനും ഫോക്കസും ആവശ്യമാണ്. റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതും ആവശ്യമാണ്. നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ജോലി ചെയ്യുക. നിങ്ങൾ കളിക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും കളിക്കുക. പകുതി കളിയും പകുതി ജോലിയും അങ്ങനെയല്ല. നിങ്ങളൊരു പാട്ട് കേൾക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പാട്ട് പാടുകയാണെങ്കിൽ, ഏത് ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യുന്നു അതിൻ്റെ അകത്ത് പൂർണ്ണമായും ഫോക്കസ്ഡ് ആയിട്ട് അതിൽ ഇമേഴ്സ്ഡ് ആയിട്ട് നിങ്ങളെ തന്നെ വെക്കുക. അത് തന്നെ ഒരു ഫോം ഓഫ് മെഡിറ്റേഷൻ ആണ്. ആൻഡ് ഈ ഒരു സൈപ്രസ് എനർജി പറയുന്നത് നിങ്ങളുടെ സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയലിസ്റ്റിക്കൽ ആയിട്ടുള്ള എനർജീസ് തമ്മിൽ ഒരു ബാലൻസ് നിങ്ങൾക്ക് ആവശ്യമാണ്. സ്പിരിച്വൽ എനർജി എടുത്തിട്ട് അതിനെ ഔട്ട്കം ആക്കി മെറ്റീരിയലൈസ് ചെയ്തെടുക്കാനുള്ള ഒരു പവർ. അതായത് നമുക്കൊരു ടാലൻ്റ് ഉണ്ടെങ്കിൽ ആ ടാലൻറ്റിനെ പരിപോഷിപ്പിച്ചെടുത്തിട്ട് അതിനെ മൊണറ്റൈസ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സമയം. കഴിവുകളുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് എനിക്ക് ഒന്നും ആകാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. എങ്ങനെ എൻ്റെ കഴിവുകളെ എനിക്ക് മൊണറ്റൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു തോട്ട്, അതിനെ ബ്രേക്ക് ചെയ്യുന്ന എന്ത് ഡിഫിക്കൽട്ടീസ് ആണെങ്കിലും അതിനെയും നിങ്ങൾ ബ്രേക്ക് ചെയ്യുക. ആൻഡ് നമുക്ക് ബോട്ടം എനർജി വന്നത് സിൽവർ ബർച്ച്. ഇത് നിങ്ങളുടെ മെറ്റബോളിസം കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു എനർജിയാണ്. അതായത് വാട്ട് യു ഈറ്റ് ആൻഡ് ഡ്രിങ്ക് എന്നുള്ളതിൽ ഒന്ന് ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു സമയം. നമ്മൾ എന്ത് കൺസ്യൂം ചെയ്യുന്നു അതിൻ്റെ ആകെ തുകയാണ് നമ്മൾ എന്ന് പറയുന്നത്. നമ്മളുടെ ചിന്തയിലും നമ്മളുടെ ശരീരത്തിലും ഒക്കെ അത് തന്നെയാണ് റിഫ്ലക്റ്റ് ആവുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ റൂട്ട് ചക്ര, സോളാർ പ്ലെക്സസ് ചക്ര, തേർഡ് ഐ ചക്ര, ഇത് മൂന്നും നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയി ഇരിക്കുക. ആൻഡ് തേർഡ് ഐ ചക്രയുടെ ഒരു ആക്ടിവേഷനും ഒക്കെ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ. അപ്പോൾ നമ്മുടെ ബോട്ടം എനർജിയിൽ വന്നിരുന്നത് അതോറിറ്റി. ഇതൊരു ഡിവൈൻ മാസ്കുലൈൻ എനർജിയുടെ റിഫ്ലക്ഷൻ തന്നെയാണ്. നിങ്ങളുടെ ഉള്ളിൽ ലാക്ക് ചെയ്യുന്നതായിട്ടുള്ള എനർജി എന്ന് പറയുന്നത്
ഇത് എംപറോ എനർജിയാണ്. അനലിറ്റിക്കൽ സ്കിൽസ്, പ്രാക്ടിക്കൽ നോളജ്. നിങ്ങൾക്ക് കുറേ അറിവ്, ബുക്കിഷ് നോളജ് ഒക്കെ ഉണ്ട്, പക്ഷെ ഇതിനെ എങ്ങനെ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്കറിയില്ല. അതുപോലെ എൻ്റെ വിജയത്തിന് ഞാൻ ഈ സമയം എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളുടെ ഉള്ളിൽ ഒരു ഞാൻ എന്ന ഒരു ഗുഡ് ഈഗോ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ ബാഡ് ഈഗോയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ഈഗോ ഹേർട്ട് ആകുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് യുവർ ബാഡ് ഈഗോ. എ ഗുഡ് ഈഗോ എന്ന് പറയുന്നതിന് ഹേർട്ടിങ് ഉണ്ടാവില്ല, അതിന് മുന്നോട്ട് പോകാനുള്ള വെളിച്ചമാണ് ഉണ്ടാവുക, പ്രൊവൈഡിങ് എനർജി ഉണ്ടാവുക. യു ടേക്ക് എവറിത്തിങ് സോ ലൈറ്റ്ലി ആൻഡ് സൊല്യൂഷൻ ഫോക്കസ്ഡ് ആയിട്ട് അതിനെ കാണാൻ നിങ്ങൾ പഠിക്കും എന്നുള്ളതാണ്. ആൻഡ് എൻ്റെ വിജയത്തിന് എൻ്റെ ചിന്തകൾ ഏത് വഴിയാണ് ഞാൻ തിരിച്ചുവിടേണ്ടത്, ഏത് ചിന്തകളാലാണ് ഞാൻ നിറച്ചു വെക്കേണ്ടത് എൻ്റെ മനസ്സ് എന്നുള്ള ഒരു തോട്ടിലായിരിക്കും നിങ്ങൾ ഉണ്ടാവേണ്ടത്. ആൻഡ് ഇവിടെ മാസ്റ്റർ കാർഡ് നിങ്ങളുടെ വന്നിരിക്കുന്നത് സേജാണ്. ഇതിലും നിങ്ങൾക്കൊരു വിശ്വാസം എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നഷ്ടമായിരിക്കുകയാണ്. അപ്പോൾ അത് വീണ്ടെടുക്കേണ്ടതായിട്ടുള്ള ഒരു സമയം. നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക, നിങ്ങളുടെ സ്വപ്നങ്ങളിൽ വിശ്വസിക്കുക, യൂണിവേഴ്സിൽ വിശ്വസിക്കുക. പ്രപഞ്ചശക്തി നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും തരും എന്നുള്ളത് ഉറച്ചു വിശ്വസിക്കുക. മെഡിറ്റേഷൻ, സ്പിരിച്വൽ കണക്ഷൻ, അത് നിങ്ങൾക്ക് ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടതായിട്ടുള്ള എനർജി എന്താണ് എന്നും കൂടെ നമുക്ക് നോക്കാം. റൈനോ സ്പിരിറ്റ് ആണ്. ഓവർകം എനി ഒബ്സ്റ്റക്കിൾ. ഓക്കെ, സി ഒബ്സ്റ്റക്കിൾസ് എന്ന് പറയുന്നത് ഇവിടെ വളരെ പ്രോമിനൻ്റ് ആയിട്ട് നിങ്ങളിൽ വന്നിരിക്കുന്ന ഒരു എനർജി തന്നെയാണ്. എഗെയിൻ ദ നമ്പർ ഇസ് 5. ഇതൊരു കോൺഫിഡൻസ് ഒന്നുമല്ല, കാരണം നിങ്ങളൊരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷനിൽ കൂടെ തന്നെയാണ് പോകുന്നത്. അതിൽ നിങ്ങളുടെ ചോയ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒബ്സ്റ്റക്കിൾസ് ആൻഡ് മേക്കിംഗ് ചോയ്സ് ആണ് നിങ്ങളുടെ തീം വരുന്നത് തന്നെ, ഗ്രൂപ്പ് നമ്പർ 1. ആൻഡ് ഒബ്സ്റ്റക്കിൾസ് വരുന്ന സമയത്ത് ഈ ഒരു തോട്ട് മനസ്സിൽ ഉണ്ടാവുകയും ചെയ്യുക. നിങ്ങൾ ആഗ്രഹിച്ച എന്തെങ്കിലും ഒരു കാര്യത്തിന് യൂണിവേഴ്സ് ഒരു തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ അതായിരുന്നില്ല നിങ്ങൾക്ക് വേണ്ടത്. മച്ച് ബെറ്റർ ഇസ് കമ്മിങ്. അതിനെക്കാട്ടിലും ബെറ്റർ ആണ് വരാൻ പോകുന്നത്. അപ്പം യു ഡോണ്ട് വോണ്ട് ടു ബി ഇൻവോൾവ് വിത്ത് ചീപ്പ് തിങ്സ് എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. സംതിങ് വാല്യൂബിൾ ഇസ് കമ്മിങ് ടു യു. ഇതാണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ളൊരു റീഡിംഗ്. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഹീലിംഗ് സെഷൻസ്, സൈക്കോളജിക്കൽ സെഷൻസ് ഒക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഒരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇയർ എൻഡ് ഓഫേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ കോഴ്സസ് ആണ്, ഫുൾ ഡീറ്റെയിൽസ് ലഭ്യമാവുന്നതാണ്. നമുക്കിനി ഗ്രൂപ്പ് നമ്പർ 2 ദി ലേഡി സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിംഗിലേക്ക് കിടക്കാം. യെസ്, ഗ്രൂപ്പ് നമ്പർ 2 മെസ്സേജ് ഫ്രം യുവർ ഹയർ സെൽഫ്. എന്താണ് ഈ ഒരു സമയം എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ എനർജിയെക്കുറിച്ചും നിങ്ങൾ ഏത് എനർജിയിലേക്കാണ് പോവേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും ഒക്കെ നിങ്ങളുടെ ഹയർ സെൽഫ് ഇപ്പോൾ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത് ഏത് രീതിയിലാണ്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2 ട്രൂത്ത്. ഓക്കെ, obstacles and challenges, base chakra, the root chakra. Okay, great energy. And bottom വന്നിട്ട് യൂണിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഇത് എവിഡൻ്റ്ലി നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ 2 ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ്റെ ബേസ് ലെവലിൽ തന്നെയാണ്, ഒരു ബിഗിനിങ് സ്റ്റേജ് ഓഫ് സ്പിരിച്വൽ അവേക്കനിങ് ആണ്. ഇതിൽ ഗ്രൂപ്പ് നമ്പർ 2 കുറച്ച് പുതിയതായിട്ട് ഈ ഒരു ചാനലിലേക്ക് വന്നിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വർഷങ്ങളായിട്ടൊന്നും ഒരു സ്പിരിച്വൽ കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിരിക്കില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടും അല്ലെങ്കിൽ അവിചാരിതമായിട്ടൊക്കെ നിങ്ങൾ ഈ ഒരു ടാരറ്റ് റീഡിങ്ങിലേക്കും അല്ലെങ്കിൽ ഇതുപോലെയുള്ള മാനിഫെസ്റ്റേഷൻസിലേക്കും ലോ ഓഫ് അട്രാക്ഷനിലേക്കും ഒക്കെ വന്ന് കയറി എത്തിപ്പെട്ടിട്ടുള്ളവരായിരിക്കും. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു സത്യം, ഒരു ട്രൂത്ത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. അതായത് ഇത്രയും കാലമായിട്ട് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നുമല്ല നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ
വേണ്ടതെന്നും നിങ്ങളുടെ ജീവിതം അങ്ങനെ അല്ലെന്നും നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു കാര്യമാണ്. ഒരുപാട് ദൂരം ഇനി മുന്നോട്ട് പോകാനുണ്ട്. വളരെയധികം ജീവിതം മടുത്തിട്ടുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ വെറുത്തിട്ടുള്ള ഒരു വ്യക്തികൾ, ഹോപ്പ്ലെസ് സിറ്റുവേഷനിൽ നിന്നിട്ടുള്ള വ്യക്തികൾ, കാരണം ബേസ് ചക്രയാണ് നമുക്ക് വന്നിട്ടുള്ളത്. നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം എന്താവും എന്ന് പോലും ഒരു പ്രതീക്ഷയും ഇല്ലാത്ത വ്യക്തികൾക്കാണ് ഈ ഒരു സമയം എന്തൊക്കെയോ ഒരു ഐഡിയ മനസ്സിൽ വരികയും, ഇങ്ങനെയല്ല, മുന്നോട്ട് നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു സോൾ പർപ്പസ് ഉണ്ട്, എന്തൊക്കെയോ ചെയ്യാനുണ്ട്, എന്നാൽ അത് എന്താണ് എന്നുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്കില്ല എങ്കിൽ ആ ക്ലാരിറ്റി നിങ്ങളിലേക്ക് വരുന്ന സമയമാണ്. നിങ്ങളുടെ ട്രൂത്ത്, നിങ്ങളുടെ ജീവിതത്തിന്റെ ട്രൂത്ത് നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയമാണ്. ഒരുപാട് ഇൻഫർമേഷൻസ് ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഒരു സമയമാണ്. ഇതിനെയൊക്കെ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഏതാണ് എടുക്കേണ്ടത്. പെട്ടെന്ന് ഓരോ ഇൻഫർമേഷൻസ് വരുമ്പോഴും അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഡെസിഷൻ ഇമ്പൾസീവ് ആയിട്ടൊന്നും ജീവിതത്തിൽ എടുക്കേണ്ട കാര്യമില്ല. കാരണം ഒബ്സ്റ്റക്കിൾസും ചാലഞ്ചസും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ ഓൾറെഡി പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. അതിനെ നിങ്ങൾ എങ്ങനെ മറികടക്കാമെന്നുള്ളതിനുള്ള ഐഡിയ ആണ് യൂണിവേഴ്സ് ഇപ്പം നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതിന് മേജറായിട്ട് തരാൻ പോകുന്ന എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ മാസ്റ്റർ കാർഡ് എനർജി, ലേഡി എനർജി. ഈ എനർജി വെച്ചിട്ടാണ് നിങ്ങളുടെ ബേസ് ചക്ര നിങ്ങളിപ്പോൾ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ബേസ് ചക്ര എന്ന് പറയുമ്പോൾ മൂലാധാര ചക്ര, നിങ്ങളുടെ റൂട്ട് ചക്ര, നിങ്ങളുടെ വേരുകൾ ഉറക്കുകയാണ്. ഇനി ആർക്കും ഇളക്കാൻ സാധിക്കാത്ത വിധം നിങ്ങൾക്കൊരു ഫൗണ്ടേഷൻ ഉണ്ടാവുകയാണ്. അതിന് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ജീവിതത്തിനെ സ്നേഹിക്കാൻ തുടങ്ങുന്നുണ്ട്, നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഹീൽ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങുന്നുണ്ട്. ഒരു ഫെർട്ടിലിറ്റിയുടെ ഒരു എനർജിയാണ്. അതായത് യു ആർ ബീങ് വെരി ക്രിയേറ്റീവ് റൈറ്റ് നൗ. നിങ്ങൾക്ക് എല്ലാത്തിനോടും ഒരു സ്നേഹം വീണ്ടും വന്നു തുടങ്ങുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ വളരെ മടുപ്പ് അനുഭവപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം മാറി ജീവിതത്തിന് ഒരു കുളിർമ, ഒരു പച്ചപ്പ്, എക്സാക്ട്ലി അത് തന്നെയാണ്. എന്നിട്ട് അവിടെ നിന്നാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഫ്രൂട്ട്ഫുൾ ആവാൻ പോകുന്നത് എന്നുള്ള ഒരു എനർജിയാണ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വേർത്ത് മനസ്സിലാവുന്നുണ്ട്, നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് ഡെസ്റ്റിനേഷൻസ് എന്താണ് ജീവിതത്തിൽ വേണ്ടത് എന്ന് തിരിച്ചറിയുന്നുണ്ട്. ബോട്ടം എനർജി വന്നത് യൂണിവേഴ്സ് ആണ്. ഒരു കാർമിക് സൈക്കിൾ തന്നെ നിങ്ങൾ ഇവിടെ അനുഭവിച്ച് തീർത്തിട്ടുണ്ട്. ഒരു കാർമിക് ഡെറ്റ് നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. നൗ ഇസ് ദ ടൈം ഫോർ യുവർ വിഷ് ഫുൾഫിൽമെന്റ്. ആ ഒരു വിഷ് ഫുൾഫിൽമെന്റിലേക്ക് പോകുന്നതിന് നിങ്ങളുടെ എന്ത് എനർജിയിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്, അവിടെ നിന്ന് ഏത് എനർജിയിലേക്ക് പോകണം എന്നൂടെ നമുക്ക് നോക്കാം. സോ വാട്ട് എനർജി ആർ യു റൈറ്റ് നൗ? നമുക്ക് ഗ്രൂപ്പ് നമ്പർ 1 വന്നിട്ടുള്ള സിമിലർ കാർഡ്സ് വരുന്നുണ്ട്. എൻലൈറ്റ്മെന്റ് തന്നെയാണ്. കാരണം സ്പിരിച്വൽ എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജീവിതത്തിൽ ഒരു അവബോധം, ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയാണ്. ഇത്രയും കാലം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യത്തിന്റെ വ്യത്യസ്തമായ വീക്ഷണം നിങ്ങളിലേക്ക് വരികയാണ്. അതായത് സൊല്യൂഷനിൽ നിൽക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. ഇത്രയും നാളും ബ്ലെയിം ആയിരുന്നു, പ്രശ്നങ്ങളായിരുന്നു, എല്ലാത്തിനും ഒരു ഇറിറ്റേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഓക്കെ, ഇതിങ്ങനെയാണെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. വൈ ദിസ് കെയിം ടു മീ, ഇതെന്തിന് എൻ്റെ ലൈഫിലേക്ക് വന്നു എന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് കാർഡ് വരുന്നത് ഇന്ത്യൻ ബീയിങ്. ഈ ഒരു എനർജി നിങ്ങളോട് പറയുന്നത്, ഇന്ത്യൻ ബീയിങ് ഈ ഒരു പ്ലാനറ്റില് സമ്മർ ടൈമിൽ ഇതിന് ഫ്ലവേഴ്സ് ഉണ്ടാവും, ആൻഡ് ഓട്ടം ടൈമിൽ ഇതിൻ്റെ സീഡ് പോഡ്സ് ഉണ്ടാവും. അപ്പം വ്യത്യസ്തമായ സീസൺ അനുസരിച്ച് മാറാനുള്ള കഴിവ്, അഡാപ്റ്റബിലിറ്റി അതുണ്ട്. ജീവിതത്തിലെ സാഹചര്യം എന്താണെങ്കിലും എൻതൂസിയാസ്റ്റിക് ആയിട്ട് കാണാൻ സാധിക്കുന്ന ഒരു എനർജിയും ഉണ്ടാവണം എന്നുള്ളതാണ്. എവ്രി ഡേ ഇസ് എ ഫ്രഷ് ഡേ. ഇന്നലെ ചെയ്ത മിസ്റ്റേക്സ് ക്ലിയർ ചെയ്യാനുള്ള അവസരമാണ് നിങ്ങൾക്ക് അടുത്ത ദിവസം. ആൻഡ് ഓരോ ദിവസവും സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് സോൾഫുള്ളി ആയിരിക്കണം, ഫ്രഷ് ആയിട്ട്, പേർപ്പസ്ഫുൾ ആയിട്ട് എടുക്കണം എന്നുള്ളതാണ്. രാവിലെ മടുപ്പോട് കൂടിയിട്ടല്ല എണീക്കേണ്ടത്. രാവിലെ എണീക്കുന്ന സമയത്ത് ഓക്കെ, ഐ ക്യാൻ ഡു ഓൾ ദീസ് തിങ്സ് ടുഡേ, എനിക്ക് ഇന്ന് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ആൻഡ് ഐ ഡു ഇറ്റ് വിത്ത് ഏസ് ആൻഡ് ഗ്രേസ്, ഹാപ്പിലി ഞാനത് ചെയ്യും എന്ന് മനസ്സിലാക്കുക. അതിന് വേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങൾ മീറ്റ് ചെയ്യുന്ന വ്യക്തികളെയൊക്കെ ട്രീറ്റ് ദം വിത്ത് ലവ്, റെസ്പെക്ട് ആൻഡ് ഓപ്പൺ ഹാർട്ട്. ആൻഡ് ലേഡി ഓൾസോ നമുക്കിവിടെ പറയുന്നത് അങ്ങനെയാണ്. ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഒരു എംപതിയും ഒക്കെ നിങ്ങളിൽ വരുന്ന ഒരു സമയമാണ്. ബോട്ടം എനർജി ഈസ് സൂഗി. സൂഗി എനർജി നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്ത
യൂണിവേഴ്സൽ സ്പിരിറ്റ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അവര് നിങ്ങൾക്ക് ഇൻഡയറക്ട്ലി ഓർ ഡയറക്ട്ലി കുറേ മെസ്സേജസ് അല്ലെങ്കിൽ സൈൻസ് യൂണിവേഴ്സിൽ ത്രൂ നിങ്ങൾക്ക് തരുന്നുണ്ട്, നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ഡേ ടു ഡേ ബേസിസിൽ നിങ്ങളുടെ എൻതൂസിയാസം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ സൈൻസ് വാച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കുള്ള ഓരോ സീക്രട്ട് മെസ്സേജസും അതിൽ ഒളിഞ്ഞിരിക്കും എന്നുള്ളതാണ്. ലൈക്ക് ഏഞ്ചൽ നമ്പേഴ്സ്, ഫെദേഴ്സ്, കളേഴ്സ്, വാട്ട് എവർ ദാറ്റ് ഇസ്. അതുപോലെ തന്നെ നിങ്ങളോട് ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ ഇൻഡിഫറൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട് എന്ന് ഉണ്ടെങ്കിൽ ആ ഒരു സാഹചര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. അവരുടെ ഷൂസിൽ നിന്നുകൊണ്ടും കൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അവരുടെ മോട്ടീവ്സ് അല്ലെങ്കിൽ അവരുടെ ഉള്ളറിയാനും കൂടെ ശ്രമിക്കുക. ചിലപ്പോൾ അവരുടെ സാഹചര്യമായിരിക്കും അവരെ അങ്ങനെ ബിഹേവ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ ക്യാരക്ടർ അതുപോലെ വളരെ ട്രബിൾസം ആയിരിക്കാം. ഇത് തിരിച്ചറിഞ്ഞിട്ട് ഒരു ഡെസിഷൻ എടുക്കേണ്ടതായിട്ടും കൂടെ ഉള്ളൊരു സമയമായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങൾ എടുക്കേണ്ടതായിട്ടുള്ള എനർജി ഏതാണ് എന്നും കൂടെ നമുക്ക് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 2. സോ നിങ്ങളുടെ ഒരു ഓവറോൾ തീം വരുന്നത് ഒരു സ്പിരിച്വൽ അവേക്കനിങ്, സോൾ പർപ്പസ് റിവീൽ ആകപ്പെടുന്നത്, ജീവിതത്തിന് ഒരു പുതിയ ലൈറ്റ് ഉണ്ടാവുന്നത്, അതിന് വേണ്ടതായിട്ടുള്ള ഒരു സ്നേഹം ജീവിതത്തിൽ നിറയുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു തിരിച്ചറിവ്, വർത്ത് തിരിച്ചറിയുക, ഇതൊക്കെയാണ്. പിന്നെ അവിടെ ആക്ട് ആസ് എ കമീലിയോൺ സ്പിരിറ്റ് ആണ്. യെസ്, അഗെയിൻ നമ്പർ 5, അഡാപ്റ്റബിലിറ്റി. നിങ്ങൾക്കറിയാം ഇത് ഏത് ഈ ഒരു അനിമൽ എന്ന് പറയുമ്പം എവിടെയാണോ ഉള്ളത് അവിടുത്തെ നിറമാണ് ഇതിന് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് തന്നെ എടുക്കുക. അതായത് ഏത് സാഹചര്യത്തിൽ നിൽക്കുന്നോ ആ സാഹചര്യമായിട്ട് ഇഴചേർന്ന് നിന്നുകൊണ്ട് അവനവന്റെ കാര്യത്തിന് ഒരു സക്സസ് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്ന എനർജി. അതായത് നിങ്ങൾ ആൾക്കൂട്ടത്തിൽ ഒരാളായി നിന്നുകൊണ്ട് ആ ആൾക്കൂട്ടത്തിന്റെ ഏറ്റവും ഉന്നത പദവിയിൽ എത്തുക എന്ന് പറയുന്ന ഒരു എനർജി. ദാറ്റ് ഇസ് റിയലി ഗ്രേറ്റ്. സംടൈംസ് നമ്മൾ ഒന്ന് ഇൻവിസിബിൾ ആവേണ്ട ആവശ്യമുണ്ട്. സക്സസ് നേടുന്നതിന് മുൻപ്, അല്ലെങ്കിൽ പുലി പതുങ്ങുന്നത് എന്തിനാണ്? കൂടുതൽ കുതിച്ചു ചാടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് പോലെ ഈ നിങ്ങൾ ഒന്ന് ഇൻവിസിബിൾ ആയിട്ട് ഇരിക്കേണ്ട ഒരു സമയമുണ്ട്. എല്ലാം നിങ്ങളുടെ എക്സ്പോസ് ചെയ്യേണ്ട സമയമില്ല, കുറച്ചൊന്ന് പ്രൈവറ്റ് ആക്കി വെക്കേണ്ട സമയമാണ് ലൈഫ് എന്ന് പറയുന്നത്. ആ പ്രൈവറ്റ് ലൈഫിൽ നിങ്ങൾ പഠിക്കാനുള്ള ലെസൺസും നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷനും ഒക്കെ നേടിയെടുക്കുക. അതിനുശേഷം നിങ്ങളുടെ അച്ചീവ്മെന്റ്സ് മാത്രം നിങ്ങൾ പുറത്തേക്ക് എക്സിബിറ്റ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജും കൂടെ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതായിരുന്നു ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ചാനലിന്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ഒരുപാട് പേര് ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നത്. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു മോട്ടിവേഷൻ തന്നെയാണ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ആൻഡ് നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഗൈഡൻസ് ആണ് ആവശ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രൈവറ്റ് കൺസൾട്ടേഷൻസ് ലഭ്യമാവുന്നതാണ്. ഇനി ഹീലിംഗ് ആണ് ആവശ്യം അല്ലെങ്കിൽ സൈക്കോളജിക്കൽ കൺസൾട്ടിംഗ് ആണ് ആവശ്യം എന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോയിൻമെന്റ്സ് ലഭ്യമാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഒരു ടാരറ്റ് റീഡർ ആവണം, നിങ്ങൾക്ക് ടാരറ്റ് റീഡിംഗ് കോഴ്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൽ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് അവൈലബിൾ ആണ്. ഇയർ എൻഡ് ഓഫേഴ്സ് എല്ലാം ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് ലഭ്യമാവുന്നതാണ്. നമുക്കിനി 0 സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. ഹായ്, ഹലോ, ഗ്രൂപ്പ് നമ്പർ 3 0 സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗ് ആണ്. ഓക്കെ, ഗോട്ട് വൺ. പേഷ്യൻസ് ആൻഡ് പ്ലാനിങ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഹയർ സെൽഫ് തരുന്ന മെസ്സേജ് എന്താണ്? അതായത് നിങ്ങൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻസ് വർക്ക് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കേണ്ടതായിട്ടുള്ള സ്റ്റെപ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അവയർനെസ്. ഓക്കെ, അതോറിറ്റി, ബോട്ടം എനർജി വന്നിരിക്കുന്നത് ബാലൻസ്. ഓക്കെ, നമ്പർ 1, 7 and 4.
നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ ഫൗണ്ടേഷൻ, നിങ്ങളുടെ ഹോം ആൻഡ് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾ, ഇതാണ് ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ പ്രൈമറി ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ക്ലിയർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. നിങ്ങൾ എന്ന് പറയുമ്പോൾ അതിലെല്ലാം ഉൾപ്പെടും എന്ന് വിചാരിക്കരുത്. നിങ്ങൾ എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ അവബോധം ആൻഡ് നമുക്കിവിടെ ഒരു ആസെൻഡന്റ് എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നത്, അതായത് നിങ്ങളെ ഇപ്പോൾ ലോകത്തിന് മുന്നിൽ എക്സിബിറ്റ് ചെയ്യേണ്ട ഒരു സമയമാണ്. അതായത് നിങ്ങളിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നു, ആ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ എടുക്കുന്നു, അതിൽ സക്സസ് ഉണ്ടാവുന്നു ആൻഡ് യു ആർ ഹിയർ എന്ന് ലോകത്തിനെ കാണിച്ചു കൊടുക്കേണ്ട ഒരു സമയമാണ്. നിങ്ങളുടെ ഒരു പ്രസൻസ് മാർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സമയമാണ്. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന 2 കാര്യങ്ങളാണ് മാനേജിങ് യുവർ ഇമോഷൻസ്, ഓക്കെ, ആൻഡ് മാനേജിങ് ദ പീപ്പിൾ ഇൻ യുവർ ലൈഫ്. അപ്പൊ അതിന് നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ക്രിയേറ്റിവിറ്റി, സൈക്കിക് സ്കിൽ, ഇൻറ്റ്യൂഷൻ, വിസ്ഡം, സെൽഫ് മോട്ടിവേഷൻ, ലവ്, വിൽ പവർ, ഫിസിക്കൽ എബിലിറ്റി, ഇതെല്ലാം ഒത്തുചേർത്ത് ഇണക്കി കോർത്തൊരു മാല പോലെ നിങ്ങളുടെ ജീവിതത്തിൽ അടുക്കിയെടുക്കേണ്ടതായിട്ടുള്ള ഒരു സമയം. ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഇതിന്റെ അളവ് കൂടിയും കുറഞ്ഞും ഇരിക്കും പല വ്യക്തികൾക്കും. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനെല്ലാത്തിനും നിങ്ങൾ ഒരു ബാലൻസ് കൊണ്ടുവരിക. സി, വി ഗോട്ട് ദ ബോട്ടം എനർജി ബാലൻസ് കൊണ്ടുവരിക. ബിക്കോസ് യു ഹാവ് ഓൾ ദ എബിലിറ്റീസ്. ഈ ഒരു സമയം അതിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ട്. യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് ആ ഒരു ബ്ലെസ്സിങ്സ് തരുന്നുണ്ട്. ഇത് നമുക്ക് മജീഷ്യൻ എനർജിയും കൂടാണ് ഇവിടെ വരുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ കഴിവുകളെയും പുറത്തെടുത്ത് കാണിക്കേണ്ടതായിട്ടുള്ള ഒരു സമയം. അതിന് നല്ല രീതിയിൽ പേഷ്യൻസ് വേണം, നല്ല രീതിയിൽ അധ്വാനം വേണം, മനസ്സ് ഏകാഗ്രമാക്കി വെച്ചുകൊണ്ട് ലക്ഷ്യങ്ങൾ ചെയ്തെടുക്കാനുള്ള ഒരു കരുത്ത് ഉണ്ടാവണം എന്നുള്ളതാണ്. മടുത്തും തളർന്നും ഇരിക്കേണ്ട സമയമല്ല. അതിനിവിടെ എംപറർ എനർജിയാണ്. ദ മജീഷ്യൻ ആൻഡ് ദ എംപറർ എനർജി കോമ്പിനേഷൻ ഇസ് ദ ബെസ്റ്റ് കോമ്പിനേഷൻ എവർ. നിങ്ങൾക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. കാരണം നിങ്ങളുടെ ആ ഡിവൈൻ മെസ്കുലൈൻ പവറിലേക്ക് നിങ്ങൾ എത്തി എന്ന് പറയുമ്പോൾ തന്നെ യു റീച്ച്ഡ് സക്സസ്. മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കൈക്കുമ്പിളിലെത്തി. നിങ്ങളുടെ ഒരു സാമ്രാജ്യം നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ ജനിച്ചത് എപ്പോഴാണെങ്കിലും നിങ്ങളിപ്പോൾ വീണ്ടും ജനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ട നിങ്ങളായിട്ട് നിങ്ങൾ ജനിച്ചിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് അതോറിറ്റി ഉണ്ട്, പവർ ഉണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട് ആൻഡ് നിങ്ങൾക്കുള്ള ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം എന്നുള്ളതാണ്. അപ്പം അവിടെ ഇമോഷൻസ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് എടുത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് പ്രാക്ടിക്കലായിട്ട് ജീവിതത്തിന് കാണാനായിട്ട് ശ്രമിക്കുക. റെസ്പോൺസിബിലിറ്റീസിനെ കൂളായിട്ട് എടുക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറ്റുന്നുണ്ട്. യു ഹാപ്പി ടു ടേക്ക് യുവർ റെസ്പോൺസിബിലിറ്റി. അതായത് നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാനാണ് ഇപ്പോൾ താല്പര്യം. നിങ്ങൾക്ക് ഇത്രയും നാളും നിങ്ങളെ ടേക്ക് കെയർ ചെയ്യണം ആരെങ്കിലും, നിങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് മാറിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം നിങ്ങൾ ഓൾറെഡി നിങ്ങളെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു ആൻഡ് നിങ്ങൾക്ക് അതിന് റിസൾട്ട് കിട്ടി. ആൻഡ് നൗ യു നോ ദാറ്റ് ഹൗ ഗുഡ് ഓഫ് എ സപ്പോർട്ടർ യു ആർ. അപ്പം അതിന് നിങ്ങൾക്ക് പേഷ്യൻസ് ആവശ്യമാണ്, പ്ലാനിങ്ങും ആവശ്യമാണ്. എല്ലാം ഒരു ബ്ലിങ്ക് ഓഫ് എൻ ഐയിൽ സംഭവിക്കുന്ന കാര്യങ്ങളല്ല. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന സാഹചര്യങ്ങൾ, നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികളെ മാനേജ് ചെയ്യാൻ പഠിക്കുക. അത് ഡിപ്ലോമാറ്റിക് ആയിട്ടാണെങ്കിൽ ഡിപ്ലോമാറ്റിക് ആയിട്ട്, എടുത്തടിച്ച് പറയണം എന്നുള്ളവരോടാണെങ്കിൽ അത് അങ്ങനെയും പറയാം. ഒന്നിനും ഹെസിറ്റേഷൻ ഇപ്പം ആവശ്യമില്ല. വാട്ട് യു തിങ്ക് ഇസ് റൈറ്റ് ഫോർ യു റൈറ്റ് നൗ. കാരണം അത്രയും അനലിറ്റിക്കലി തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആൻഡ് ഈ ഒരു മാസ്റ്റർ കാർഡ് നിങ്ങൾക്ക് പറയുന്ന ഇൻഫർമേഷനും അത് തന്നെയാണ്. നിങ്ങളൊരു എക്സ്ട്രാ ഡയമെൻഷനിലേക്ക് ഉയർന്നിട്ടുണ്ട്. നിങ്ങളുടെ ഒരു ഹയർ സെൽഫിനെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അവിടെ നിങ്ങൾ ടച്ച് ചെയ്തിട്ടുണ്ട്. ഒരു 5 ഡയമെൻഷനിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്. നേരിട്ട് നിങ്ങൾ കാണുന്ന, കേൾക്കുന്ന, അനുഭവിക്കുന്ന എനർജിക്കും അപ്പുറമുള്ള ഒരു സത്യം, ഒരു ഡീപ്പർ ലെവൽ ഓഫ് ട്രൂത്ത് അല്ലെങ്കിൽ ഒരു ഡീപ്പർ ലെവൽ ഓഫ് സ്പിരിച്വാലിറ്റി, കാര്യങ്ങളുടെ ഉള്ള്, അതിൻ്റെ കാമ്പ് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തികളാണ്. അതിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തികളാണ്. ഒരു കറണ്ട് സിറ്റുവേഷൻസിനും ബിയോണ്ട് കാണാൻ പറ്റുന്ന, അതായത് പാസ്റ്റും ഫ്യൂച്ചറും ഒക്കെ അറിയാൻ പറ്റുന്ന ഒരു എനർജി. യു മൈറ്റ് ബി എ വെരി ഇൻറ്റ്യൂട്ടീവ് പേഴ്സൺ ആൻഡ്
ഒരു സൈക്കിക് പേഴ്സൺ ആവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് സൈക്കിക് എബിലിറ്റീസ് ഉണ്ട്. മേ ബി യു ആർ എ പേഴ്സൺ ഹുസ് ഡീലിംഗ് വിത്ത് സൈക്കോളജി ഓർ ഹീലിംഗ്, അല്ലെങ്കിൽ നിങ്ങളൊരു റേക്കി ഹീലർ ആയിരിക്കാം, നിങ്ങളൊരു ടാരറ്റ് റീഡർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു പാമിസ്റ്റോ അല്ലെങ്കിൽ ആസ്ട്രോളജറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. കാരണം മറ്റുള്ളവർ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിങ്ങൾ കാര്യങ്ങളെ കാണാൻ പഠിച്ചു. അത് നിങ്ങൾ ആർജിച്ചെടുത്ത അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വൽ ജേർണിയിൽ നിങ്ങൾക്ക് വികസിപ്പിച്ചെടുത്ത അല്ലെങ്കിൽ ഇപ്പോഴും എടുക്കുന്ന കഴിവ് തന്നെയാണ്. ജന്മനാ നിങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ല. ബിക്കോസ് നിങ്ങളുടെ സോളിൽ ഈ എനർജി ഉണ്ടെങ്കിലും കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വളരെ റീസെന്റ് നിങ്ങളത് തിരിച്ചറിഞ്ഞു വന്ന് ജീവിതം സ്വന്തമായി മാറ്റി മറിച്ചിട്ടുള്ള വ്യക്തികളാണ്. ആ മാറ്റം കൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഒരു ഹെൽപ്പ് ചെയ്യാനും കൂടെ സാധിക്കുന്ന സമയവും കൂടെ ആണ്. പിന്നെ നിങ്ങൾക്ക് വേണ്ട എനർജി എന്താണ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഏത് എനർജിയിലാണ് എന്ന് നമുക്ക് നോക്കാം. യൂറോപ്യൻ ബീച്ച്, ഓക്കെ, ആൻഡ് അക്കേഷ്യ, സ്കോട്ട് പൈൻ ആസ് എ ബോട്ടം എനർജി. അഗെയിൻ പ്രൊട്ടക്ഷന്റെ എനർജിയാണ് ഇവിടെ. ഫ്രൂട്ട്ഫുൾ റിസൾട്ട് ആണ്. ഫ്രൂട്ട്ഫുൾ റിസൾട്ട് എവിടെ നിന്നാണ് വരുന്നത്? ഇതുപോലെ ശക്തമായുള്ള വേരുകളിൽ നിന്നാണ്. നിങ്ങളുടെ ബിഹേവിയർ, നിങ്ങളുടെ ക്യാരക്ടർ, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ, ഇതൊക്കെ നിങ്ങൾ ചേഞ്ച് ചെയ്ത് എന്താണ് ഇനി മുന്നോട്ടേക്കുള്ള ജീവിതത്തിന് വേണ്ടെന്നുള്ള അടിത്തറ നിങ്ങൾ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് നിങ്ങൾക്ക് ജീവിതത്തിൽ റിസൾട്ട് ലഭിക്കും എന്നുള്ളതാണ്. ആൻഡ് അക്കേഷ്യ വളരെ ഡീപ്പ് ഇൻസൈറ്റ്സ് ആണ് നിങ്ങൾക്ക് തരുന്നത്. അത് നമുക്ക് സീർ കാർഡുമായിട്ട് തന്നെ നിങ്ങൾക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ്. സീയിങ് ബിയോണ്ട് വാട്ട് ഈസ് എവിഡൻറ്റ്, മുന്നിൽ എന്താണ് ഉള്ളത് എന്നുള്ളതിനും അപ്പുറമുള്ള കാര്യങ്ങൾ കാണാനുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ്, ഒരു ടാലന്റ്, ഒരു എബിലിറ്റി. അത് നിങ്ങളുടെ ചുറ്റുമുള്ള സാഹചര്യമാണെങ്കിലും വ്യക്തികളെ ആണെങ്കിലും അവരെന്താണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതല്ല, അവരുടെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാനുള്ള എബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സമയമാണ്. സോ ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് സാഹചര്യത്തിൽ നിന്നും പ്രൊട്ടക്ഷൻ തരും എന്നുള്ളതാണ്. ആൻഡ് ഈ ഒരു സ്കോട്ട് പൈനും ഈ യൂറോപ്യൻ ബീച്ചും ഒക്കെ പറയുന്നത് നിങ്ങളൊരു ഓൾഡ് സോളാണ്. ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഭൂമിയിൽ ജീവിച്ചതായിട്ടുള്ളത്. ആ എക്സ്പീരിയൻസസ് എല്ലാം നിങ്ങൾ ഗ്യാദർ ചെയ്തിട്ട് നിങ്ങളിപ്പോൾ കാണുന്ന സമയത്ത് നിങ്ങൾ വളരെ യങ് ആയിരിക്കാം. വാട്ട് എവർ യുവർ ഏജസ്, നിങ്ങൾ മിഡിൽ ഏജ് ആയിരിക്കാം, അബവ് 50 ആയിരിക്കാം, 60 ആയിരിക്കാം, അല്ലെങ്കിൽ 20s 30s ഒക്കെ ആയിരിക്കാം. വാട്ട് എവർ ഏജസ്, നിങ്ങളുടെ സോള് അത് ഒരുപാട് കാലത്തെ ജീവിത അനുഭവങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ട് സബ് കോൺഷ്യസ് മൈൻഡിൽ. അതുകൊണ്ടാണ് അവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ ഒരു എക്സ്ട്രാ പെർസെപ്ഷൻ കിട്ടുന്നത് എന്നുള്ളതാണ്. ESP നിങ്ങൾക്ക് വളരെ കൂടുതലാണ് ഈ ഒരു സമയം. എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ അത് വളരെ കൂടുതലുണ്ട് നിങ്ങൾക്ക് ഈ ഒരു സമയം. അതിനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ജീവിത വിജയത്തിനായിട്ട്. ഇപ്പോഴെങ്കിലും നിങ്ങളത് യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സമയമാണ്. അതിന് നിങ്ങളെ സഹായിക്കുന്നതായിട്ടുള്ള എനർജി എന്താണ് എന്നോട് നമുക്ക് നോക്കാം. പാരറ്റ് സ്പിരിറ്റ്, വാച്ച് യുവർ വേർഡ്സ്. തത്തയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മിമിക് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെ? നമ്മൾ എന്ത് പറയുന്നു അത് മിമിക് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ എനർജിയിലേക്ക് നിങ്ങൾ താതാത്മ്യപ്പെടാതെ സൂക്ഷിക്കുക. നിങ്ങളുടെ എനർജി പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക. ഇവിടെ പ്രൊട്ടക്ഷൻ ഓൾറെഡി നമുക്ക് വന്നിട്ടുണ്ട്, പക്ഷെ ക്യാരിഡ് അവേ ആയി പോവാനും അവരുടെ ഒരു എനർജിയിലേക്ക്, ഒരു ലോവർ ഫ്രീക്വൻസിയിലേക്ക് ഇറങ്ങി പോവാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമ്മളൊരു കൊട്ടയിൽ ഒരു 10 ആപ്പിൾ വെച്ചിട്ടുണ്ട്. അതിലൊരു ആപ്പിൾ ചീഞ്ഞ ആപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഈ 9 എണ്ണത്തിനെയും മോശമാക്കാൻ ഈ ഒരു ആപ്പിൾ വിചാരിച്ചാൽ സാധിക്കും. എന്നാൽ ഈ 9 ആപ്പിൾ വിചാരിച്ചാലും ഈ ചീഞ്ഞ ആപ്പിളിനെ നേരെ ആക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെയാണ്. നമ്മൾ ലോവർ ഫ്രീക്വൻസിയിൽ നിൽക്കുന്ന വ്യക്തികളുമായിട്ടൊരു ഇൻട്രാക്ഷൻസ് നടത്തുന്ന സമയത്ത് അവർ ഒരു ഹയർ ഫ്രീക്വൻസിയിലേക്ക് ഉയരുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് ശ്രമിക്കുകയും വേണ്ട. അൺലെസ് ആൻഡ് അൺടിൽ ദേ ആർ വില്ലിങ്. അവർ വില്ലിങ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് തിരുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു സ്ട്രോങ് ബൗണ്ടറി വെച്ച് മാറി നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാത്ത പക്ഷെ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെയും കൂടെ അവരുടെ എനർജിയിലേക്ക് അവർ ഡ്രാഗ് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്യണം. അതുപോലെ ആർഗ്യുമെന്റ്സിൽ പോകാൻ പാടില്ല. ക്ലാരിഫിക്കേഷൻസ് അവർക്ക് കൊടുക്കാനും നിൽക്കരുത് എന്നുള്ളതാണ്.
ആൻഡ് സെൽഫ് അഫർമേഷൻസ്, സെൽഫ് മോട്ടിവേഷൻ, സെൽഫ് ടോക്ക് അത് ഇപ്പോൾ ആവശ്യമാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ സ്വയം സംസാരിച്ച് ക്ലിയർ ചെയ്യുക. എവറി ഡേ ഒരു 5 to 10 minutes എങ്കിലും നിങ്ങൾ സ്വയം നിങ്ങളോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങൾ സ്വന്തമായിട്ട് ചോദിക്കുക, ആർ യു ഓക്കെ, എന്താണ് ഇപ്പോൾ ഉള്ള പ്രശ്നം, അതിന് സൊല്യൂഷൻ കൊടുക്കുക. കൺവിൻസ് യുവർ സെൽഫ്, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ തന്നെ സ്വയം കൺവിൻസ് ചെയ്യുക. ആൻഡ് ദെൻ മൂവ് ഓൺ. ഓക്കെ, യു ആർ ഡൂയിങ് റൈറ്റ്, യു ആർ ഡൂയിങ് ഇനഫ്, യു ഹാവ് ടു ഡു എ ലിറ്റിൽ ബിറ്റ് മോർ. ഇങ്ങനെ എന്തൊക്കെ വേണമെന്നുണ്ടെങ്കിലും അതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ഒരു അഡ്വൈസ്, ഒരു മോട്ടിവേഷൻ, ഒരു ഇൻസ്പിറേഷൻ ഒക്കെ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു സമയം കൂടാണ്. ഓക്കെ, യെസ്. അപ്പോൾ ഇതായിരുന്നു ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്കുള്ള ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിത് റെസനേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഒരു പേഴ്സണൽ ഗൈഡൻസ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രൈവറ്റ് കൺസൾട്ടേഷൻസ് ലഭ്യമാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചാനലിലെ മറ്റ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്കൊരു ഹീലിംഗ് സെഷൻ ആണ് ആവശ്യം, അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ കൺസൾട്ടിംഗ് ആണ് ആവശ്യം എന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഒരു ടാരറ്റ് റീഡർ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മളുടെ ചാനലിൻ്റെ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈനായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഫുൾ ഡീറ്റെയിൽസ് ലഭ്യമാവുന്നതാണ്. ഇയർ എൻഡ് ഓഫേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഒരു ടോപ്പിക്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു എൻലൈറ്റനിങ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ദിവസം കാണുന്നത് വരെ all of y'all take care. Bye.